നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററാണ് സബ്സെ ബഡാ ഷോമാൻ. ഇതിനു മുമ്പ് ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ള 4 ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത് സബ്സെ ബഡാ ഷോമാനാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്ന ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ പാഠഭാഗം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സെ ബഡാ ഷോമാൻ കിസ്കി രചന ഹേ? സബ്സെ ബഡാ ഷോമാൻ ആരുടെ രചനയാണ്? ഉത്തർ ഗീത് ചതുർവേദി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സബ്സെ ബഡാ ഷോമാൻ കിസ് വിധ കി രചന ഹേ? സബ്സെ ബഡാ ഷോമാൻ ഏതു തരത്തിലുള്ള രചനയാണ്? ഉത്തർ ജീവനി, ജീവചരിത്രമാണ് സബ്സെ ബഡാ ഷോമാൻ. തേർഡ് ക്വസ്റ്റ്യൻ, മാക്കോ സ്റ്റേജ് ക്യൂം ചോട്ന പട? അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്നത്? ഉത്തർ ഉൻകി ആവാസ് ഖരാബ് ഹോ ജാനെ കെ കാരൺ. അവരുടെ ശബ്ദം മോശമായതുകൊണ്ടാണ് സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ചാർലി കോ സ്റ്റേജ് പെർ ഭേജനെ കി സിദ്ദ് കിസ്നെ കി? ചാർലിയെ സ്റ്റേജിൽ അയക്കാൻ ആരാണ് നിർബന്ധം പിടിച്ചത്? ഉത്തർ മാനേജറിനെ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേജ് पर ചാർലി ने क्या किया? സ്റ്റേജിൽ ചാർലി എന്താണ് ചെയ്തത്? ഉത്തർ ചാർലി ने സ്റ്റേജ് पर ജാക്ക് ജോൺസൺ का गाना गाया. ചാർലി സ്റ്റേജിൽ ജോക്ക് ജോൺസന്റെ പാട്ടുപാടി. ദർശകോം സെ ബാത്ചീത് की, കാണികളുമായി സംസാരിച്ചു. നൃത്ത് കിയ, നൃത്തം ചെയ്തു. और अपनी माँ सहित कई गायकों की नकल उतारी. അമ്മയടക്കമുള്ള അനേകം ഗായകരെ അനുകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ചാർലി ने बीच में गाना क्यों रोक दिया? ചാർലി ഇടയ്ക്ക് പാട്ട് നിർത്തിയത് എന്തുകൊണ്ട്? ചാർലി ने एक मशहूर गाना गाया. ചാർലി ഒരു പ്രസിദ്ധമായ പാട്ടുപാടി. उसका गाना सुनकर लोगों ने स्टेज पर पैसे फेंकने लगे. അവൻ്റെ പാട്ട് കേട്ട് ആളുകൾ സ്റ്റേജിൽ പൈസ എറിയാൻ തുടങ്ങി. पैसे बटोरने की बात बताने के लिए उसने गाना रोक दिया. പൈസ പെറുക്കേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് അവൻ പാട്ട് നിർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ചാർലിക്ക് കിസ് ബാത്തിനെ ഹോൾ കോ ഹസിഗർ മേ തബ്ദീൽ കർ ദിയ? ചാർലിയുടെ ഏത് കാര്യമാണ് ഹാളിനെ ചിരിവീടാക്കി മാറ്റിയത്? ചാർലി കാ ഗാന സുൻകർ ലോഗോനെ സ്റ്റേജ് पर പൈസ ഫേങ്ക് ദിയെ. ചാർലിയുടെ പാട്ട് കേട്ട് ജനങ്ങൾ സ്റ്റേജിലേക്ക് പൈസ എറിയാൻ തുടങ്ങി. തബ് ഉസ്നെ ഗാന റോക്കർ പൈസ ബട്ടോർനെ കി ബാത് ബത്തായി. ആ സമയത്ത് അവൻ പാട്ട് നിർത്തിയിട്ട് പൈസ ശേഖരിക്കേണ്ട കാര്യം പറഞ്ഞു. ഇസ് ബാത്തിനെ ഹോൾ കോ ഹസിഗർ മേ തബ്ദീൽ കർ ദിയ. ഈ കാര്യമാണ് ഹോളിനെ ചിരിവീടാക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പൈസോं का ബൗച്ചാർ ഹോന ഇസ്കാ മത്ലബ് ക്യാ ഹേ? പൈസ വർഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത്? ഉത്തർ ജ്യാദ പൈസ മിൽന, ധാരാളം പൈസ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, മാസൂമിയത്ത് ഇസ്കാ മത്ലബ് ക്യാ ഹേ? മാസൂമിയത്ത് ഇതിൻ്റെ അർത്ഥം എന്ത്? ഉത്തർ നിഷ്കളങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഉസ് ദിൻ പർദേ കെ പീछे ഖടാ വഹ് സ്റ്റേജ് കെ തമാശ കോ ദേഖ് രഹാ താ. തമാശ ക്യാ താ? ആ ദിവസം ചാർലി കർട്ടന് പിറകിൽ നിന്ന് സ്റ്റേജിലുണ്ടായ തമാശ കാണുകയായിരുന്നു. തമാശ എന്തായിരുന്നു? ഉത്തർ गाते समय चार्ली की माँ की आवाज़ ഖരാബ് ഹോ ജാനെ കി കാരണം ലോക് ചില്ലാനെ ലഗെ. പാടുന്ന സമയത്ത് ചാർലിയുടെ അമ്മയുടെ ശബ്ദം മോശമായതുകൊണ്ട് ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. കഹിം സെ കുച്ച് ലോഗ് മ്യാവൂ മ്യാവൂ കി ആവാസ് നിക്കാൽനെ ലഗെ. എവിടെ നിന്നോ കുറച്ച് ആളുകൾ പൂച്ച കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. യഹീദ തമാശ, ഇതായിരുന്നു തമാശ. അടുത്ത ക്വസ്റ്റ്യൻ, मैनेजर के पीछे चार्ली व्याकुलता से चला गया. चार्ली की व्याकुलता का कारण क्या होगा? മാനേജറുടെ പിറകെ ചാർലി സങ്കടത്തോടെ പോയി. ചാർലിയുടെ സങ്കടത്തിൻ്റെ കാരണം എന്തായിരിക്കും? ഉത്തർ ചാർലി ഗീത് ഗാത്തെ സമയ സ്റ്റേജ് पर पैसों की बौछार हुई. ചാർലി പാടുന്ന സമയത്ത് സ്റ്റേജിലേക്ക് പൈസ വർഷിക്കാൻ തുടങ്ങി. तब मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. ആ സമയത്ത് മാനേജർ ഒരു തുവാലയുമായി വന്ന് പൈസ ശേഖരിക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗാക്കി മാനേജർ പൈസ ലേക്കർ ജായേഗ. ചാർലിക്ക് തോന്നിയത് മാനേജർ പൈസയുമായി പോകുമെന്നാണ്. ചാർലിക്ക് വ്യാകുലത ക കാരൺ യഹി ഹോഗ. ചാർലിയുടെ സങ്കടത്തിൻ്റെ കാരണം ഇതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അന്തമേ ദർശകോനെ താലിയാം ബജാക്കർ മാ കാ സ്വാഗത് ക്യോं കിയ? കാണികൾ അവസാനം കൈയടിച്ച് അമ്മയെ സ്വാഗതം ചെയ്തത് എന്തുകൊണ്ട്? ഉത്തർ
5 वर्षीय बालक चार्ली ने चिल्लाते दर्शकों को अपने वश में लाया. 5 വയസ്സായ ബാലകൻ ചാർലി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന കാണികളെ തൻ്റെ വശത്ത് കൊണ്ടുവന്നു. ഉസ്നെ ജനതാമി ഗുദ്ഗുദി ഫൈലാദി. അവൻ ജനങ്ങളിൽ ഉത്സാഹഭരിതരാക്കി. ഇസ്ലിയെ ദർശകോനെ താലിയാം ബജാക്കർ മാക്ക സ്വാഗത് കിയ. അതുകൊണ്ടാണ് കാണികൾ കൈയടിച്ച് അമ്മയെ സ്വാഗതം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മാം ഓർ മാനേജർ മേ ബഹസ് ക്യൂം ഹുയി. അമ്മയും മാനേജറും തമ്മിൽ തർക്കമുണ്ടായത് എന്തുകൊണ്ട്? उत्तर, लोग चिल्लाने लगे तो मैनेजर ने चार्ली को स्टेज पर भेजने की जिद की. ആളുകൾ ബഹളം വെച്ചപ്പോൾ മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധിച്ചു. ലേക്കിൻ മാ ഉസസെ സഹമത്ത് नहीं दी. എന്നാൽ അമ്മ അതിന് സഹകരിച്ചിരുന്നില്ല. क्योंकि उसके मन में यह संदेह था कि क्या केवल 5 साल का बच्चा उस उग्र पीड़ को झेल पाएगा. എന്തെന്നാൽ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊരു സംശയമായിരുന്നു, കേവലം 5 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഈ ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിയുമോ. इसलिए दोनों के बीच बहस हुई. അതുകൊണ്ടാണ് രണ്ടുപേർക്കും ഇടയിൽ തർക്കമുണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, താരിഫ് കർന ഇസ്കാ അർത്ഥ ക്യാ ഹെ. ഉത്തർ, പ്രശംസ കർന. അടുത്തത് ചാർലിയുടെ അമ്മയുടെ ഡയറി തയ്യാറാക്കാനാണ്. ഡയറി തയ്യാറാക്കുമ്പോൾ താരീഖ്, ദിൻ, ഡേറ്റും ദിവസവും നിർബന്ധമായും കൊടുക്കണം. ആജ് ഏക് അവസ്മരണീയ ദിൻ था. स्टेज पर गाते वक्त अचानक मेरी आवाज़ फटकर फुसफुसाहट में तब्दील हो गई. സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദം ഇടറിയിട്ട് നേർമയായി മാറാൻ തുടങ്ങി. ലോക ചില്ലാനെ ലഗേ തോ മുझे സ്റ്റേജ് സെ ഹട്നെ കോ മസ്ബൂർ കർ ദിയ. ആളുകൾ ബഹളം വെച്ചപ്പോൾ എനിക്ക് നിർബന്ധിതപൂർവ്വം സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. അന്തമേ മാനേജറിനെ ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ. അവസാനം മാനേജർ ചാർലി സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. चार्ली ने वहाँ खड़े होकर गाना गाया, दर्शकों से बातें की, नृत्य किया, मेरा सहित कई गायकों की नकल उतारी. ചാർലി അവിടെ നിന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങി. ദർശകോം സെ ബാത്തേം കി, കാണികളോട് സംസാരിച്ചു. നൃത്യ കിയ, നൃത്തം ചെയ്തു. മേരാ സഹിത് കൈ ഗായകോം കി നകൽ ഉത്താരി, ഞാനടക്കമുള്ള പല ഗായകന്മാരെയും അനുകരിച്ചു. ഗാന ആധാ ഹി ഹുവാ താ കി സ്റ്റേജ് പർ പൈസോं की बौछार शुरू हो गई. പാട്ട് പകുതി ആയപ്പോഴേക്കും സ്റ്റേജിലേക്ക് പൈസ വർഷിക്കാൻ തുടങ്ങി. ചാർലിനെ पैसों को बटोरना चाहा, पर मैनेजर ने एक रुमाल लेकर पैसों को बटोरकर मुझे सौंप दिया. ചാർലി പൈസ ശേഖരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മാനേജർ ഒരു തുവാലയുമായി വന്നിട്ട് പൈസ ശേഖരിച്ച് എന്നെ ഏൽപ്പിച്ചു. ലോഗോനെ താലിയം ബജാക്കർ ഹോൾ കോ ഹസീകർ ബനാ ദിയ. ആളുകൾ കൈയടിച്ച് ഹോളിനെ ഒരു ചിരിവീടാക്കി മാറ്റി. दर्शकों ने देर तक खड़े होकर तालियां बजाई और मेरे छोटे बच्चे की तारीफ भी की. കാണികൾ ഏറെ നേരം നിന്ന് കൈയടിച്ചു. മേരെ ചോട്ടെ ബച്ചയ്ക്ക് താരിഫ് ബി കി. എൻ്റെ മകനെ പ്രശംസിക്കുകയും ചെയ്തു. അടുത്തത് ചാർലിക്ക് ഡയറി. ചാർലിയുടെ ഡയറി തയ്യാറാക്കാം. ഉസ്നെ ജന്മ ലേ ലിയാ താ. അവൻ ജന്മമെടുത്ത് കഴിഞ്ഞു. उस दिन चार्ली ने अपनी डायरी में क्या क्या लिखा होगा. ആ ദിവസം ചാർലി തൻ്റെ ഡയറിയിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടാകും. ചാർലിക്ക് ഡയറി തയ്യാർ കരേ. ചാർലിയുടെ ഡയറി തയ്യാറാക്കാം. ഡയറി തയ്യാറാക്കുമ്പോൾ താരീഖ്, ദിൻ കൊടുക്കണം. താരീഖ് ഡേറ്റ്, ദിൻ ദിവസം. ആജ് മുझे एक नया अनुभव हुआ. ഇന്ന് എനിക്കൊരു പുതിയ അനുഭവം ഉണ്ടായി. माँ की आवाज़ की तमाशा देखकर पर्दे के पीछे खड़ा था. അമ്മയുടെ ശബ്ദത്തിൻ്റെ തമാശ കണ്ട് ഞാൻ കർട്ടന് പിന്നിൽ നിൽക്കുകയായിരുന്നു. ലോക് ചില്ലാനെ ലഗേ തോ മാം സ്റ്റേജ് സെ ഹട്നെ കോ മസ്ബൂർ ഹോ ഗയി. ആളുകൾ ബഹളം വെച്ചപ്പോൾ അമ്മ സ്റ്റേജിൽ നിന്നും ഇറങ്ങാൻ നിർബന്ധിതയായി. മാനേജർ സാഹബ് ने मुझे സ്റ്റേജ് पर भेजने की जिद की तो മാം ഡർ ഗയി. മാനേജർ സാബ് എന്നെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധം ചെലുത്തി. അമ്മ ഭയന്നുപോയി. അന്തമേ മുझे സ്റ്റേജ് पर അക്കേല छोड़ दिया. അവസാനം എന്നെ സ്റ്റേജിൽ തനിച്ച് വിട്ടിട്ട് പോയി. മുझे रुलाई ആയി, എനിക്ക് സങ്കടം വന്നു. फिर भी धैर्य समेटकर ജാക്ക് ജോൺസൺ ഗാന शुरू किया. പിന്നീട് ധൈര്യം സംഭരിച്ച് ഞാൻ ജാക്ക് ജോൺസ് ആലപിക്കാൻ തുടങ്ങി. സ്റ്റേജ് पर पैसों की बौछार शुरू हो गई. സ്റ്റേജിലേക്ക് പൈസ വീഴാൻ തുടങ്ങി. जब माम मुझे लेने आई कई लोगों ने माम से हाथ मिलाकर मेरी प्रशंसा की. അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയപ്പോഴേക്കും കാണികൾ കുറേ പേർ അമ്മയ്ക്ക് കൈകൊടുത്ത് എന്നെ പ്രശംസിച്ചു.
ജോ ബി ഹോ ആജ് കാ കാര്യക്രം സഫൽ ഹുവ. എന്തുമാവട്ടെ ഇന്നത്തെ പ്രോഗ്രാമെല്ലാം സഫലമായി, വിജയിച്ചു. മേ ധന്യ ഹും, ഞാൻ ധന്യനാണ്. മാ ബി ബഹുത് ഖുഷ് ഹുയി, അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. അടുത്തത് മാനേജർ ഓർ ചാർലി കി മാ കെ ബീച്ച് ഹുയി സംഭാവിത് ബാത്ചീത് ലിഖിയെ. മാനേജറും ചാർലിയുടെ അമ്മയും തമ്മിലുണ്ടായ സംഭാഷണം തയ്യാറാക്കാനാണ്. ബാത്ചീത്തിന് പകരം സംവാദനോ വാർത്താലാപെന്നോ ചോദിക്കാം. അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയും അർത്ഥം സംഭാഷണം എന്നാണ്, കോൺവെർസേഷൻ. ചാർലി കി മാ, ഗാ നഹീ പാ രഹി ഹും സാബ്, പാടാൻ സാധിക്കുന്നില്ല സാർ. മാനേജർ, ക്യോं, ക്യാ ഹുവ, എന്തു പറ്റി? ചാർലി കി മാ, പത്താ നഹീം സാബ്, ആവാസ് നഹീം ആത്തി ഹെ, അറിയില്ല, ശബ്ദം വരുന്നില്ല. മാനേജർ, ലോക് ചില്ലാ രഹേ ഹേം, ക്യാ കരേം, ആളുകൾ ബഹളം വയ്ക്കുന്നു, എന്ത് ചെയ്യും? ചാർലി കി മാ, പഹലെ കബി മുझे ऐसा അനുഭവ് നഹീ ഹുവാ ഹെ, ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. മാനേജർ, തുമ്ഹാരാ ബേട്ട കഹാ ഹെ, നിന്റെ മകൻ എവിടെ? ചാർലി കി മാ, വഹ് സ്റ്റേജ് കാ പീച്ചെ ഹെ, ക്യാ ഹെ സാബ്, അവൻ സ്റ്റേജിൻ്റെ പിന്നിലുണ്ട്, എന്താണ് സാർ? മാനേജർ, ഹം ഉസെ സ്റ്റേജ് പർ ലേ ജായേം, നമുക്ക് അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയാലോ? ചാർലി കി മാ, വഹ് അഭി തക് സ്റ്റേജ് കെ സാമനെ നഹീ ആയാ ഹെ. മാനേജർ, തുമാരെ ദോസ്തോ കെ സാമനെ ചാർലി കാ അഭിനയ് മേനെ ദേഖാ ഹെ, നിന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ ചാർലി അഭിനയിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചാർലി കി മാ, ലേക്കിൻ സാബ് വഹ് ഛോട്ടാ ബച്ചാ ഹേ നാ, പക്ഷേ സാർ അവൻ ഒരു ചെറിയ കുട്ടിയല്ലേ. മാനേജർ, പരേഷാൻ മത് കറോ, വഹ് അച്ഛാ അഭിനേതാ ഹേ, പരിഭ്രമിക്കേണ്ട, അവൻ നല്ലൊരു അഭിനേതാവാണ്. ചാർലി കി മാ, ടീക് ഹേ സാബ്. അടുത്തത് മാ ഓർ ചാർലി കി ബീച്ച് ഹുയി വാർത്താലാപ് ലിഖേ, അമ്മയും ചാർലിയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ്. മാ, ചാർലി കെ പാസ് ജാക്കർ, ചെലോ ബേട്ട, അമ്മ ചാർലിയുടെ അടുത്ത് ചെന്നിട്ട്, പോകാം മകനെ. ചാർലി, ക്യാ ഹേ മാ, എന്താ അമ്മേ? മാ, മേരി ആവാസ് ഖരാബ് ഹോ ഗയി, ലോക് ചില്ല രഹാ ഹെ, എൻ്റെ ശബ്ദം മോശമായി, ആളുകൾ ബഹളം വയ്ക്കുന്നു. ചാർലി, ഇസ്ലിയേ ക്യാ, അതുകൊണ്ട് എന്താ? മാ, തും സ്റ്റേജ് പർ ജാക്കർ കുച്ച് കരോ, നീ സ്റ്റേജിൽ പോയി വല്ലതും ചെയ്യൂ. ചാർലി, മേ അഭി തക് സ്റ്റേജ് കെ സാമനെ നഹീ ആയാ ഹെ, ഞാൻ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല. മാ, തുജെ ജാക്ക് ജോൺസൺ കാ ഗാന അച്ഛി തരഹ് ജാൻതാ ഹെ ക്യാ, നിനക്ക് ജാക്ക് ജോൺസൻ്റെ പാട്ട് നന്നായി അറിയില്ലേ? ചാർലി, ഹാം, ലേക്കിൻ ഇത്തനെ ലോഗോ കെ സാമനെ മേ കൈസേ ഗാഊം, എങ്കിൽ ഞാൻ ഇത്രയും ആളുകളുടെ മുമ്പിൽ എങ്ങനെ പാടും? മാ, കുച്ച് നഹീ ഹോഗാ ബേട്ട, ഒന്നും സംഭവിക്കില്ല മകനെ. ചാർലി, ടീക് ഹേ മാ, ശരി അമ്മേ. അടുത്തത് സമാനാർത്ഥം നോക്കാം. തബ്ദിൽ കർന കാ മത്ലബ് ഹെ പരിവർത്തിത് കർന. താരീഫ് കർന കാ താത്പര്യ ഹെ പ്രശംസ കർന. ഗുദ്ഗുദി ഫൈലാന കാ മത്ലബ് ഹെ പുളകിത് കർന. ഉസ്നെ ജന്മ ലേ ലിയാ ഥാ, ഇസ്കാ മത്ലബ് ക്യാ ഹെ, അവൻ ജന്മമെടുത്തു കഴിഞ്ഞു, ഇതിൻ്റെ അർത്ഥം എന്ത്? ഇസ്കാ അർത്ഥ ഹെ വഹ് മഷ്ഹൂർ ഹോ ഗയ, അവൻ പ്രസിദ്ധനായി എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ വീഡിയോയിൽ ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന ടെസ്റ്റ് വർക്ക്, ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി, പിന്നെ റെപ്പറ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.